മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും കമലേശ്വരത്ത് നമ്മുടെ കരുണ എത്താണ്. ശത്രുക്കളെല്ലാം കാത്തിരിക്കുന്ന മുഹൂർത്തം നടത്താൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും ഇനി സന്തോഷ രാവുകൾ. അതെ, നമ്മുടെ മഹാലക്ഷ്മിയാണെങ്കിൽ തോമസ് വൈദ്യൻ പറഞ്ഞ മരുന്നുകളെല്ലാം കണ്ണൻ്റെ കാലിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, താ എന്തില്ല ഇതിന് മാത്രം വിശ്വസിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട എനിക്ക് 100% ഉറപ്പാണ് കണ്ണേട്ടൻ്റെ കാലുകൾ ചലിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനന്തവും നമ്മുടെ രേഖയും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ രേഖ പറയുന്നുണ്ട്, എന്താടി നിനക്കിപ്പോൾ ജോലിക്കൊന്നും പോകണ്ടേ, കണ്ണേട്ടനെ നോക്കിയിരുന്നാൽ മതിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇനി രണ്ടുപേരും പെട്ടെന്ന് പൊക്കെ ഞങ്ങളിവിടെ കുറച്ചു നേരം അടിച്ചു പൊളിച്ചങ്ങ് നിൽക്കട്ടെ എന്നൊക്കെ അനന്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അതേടോ ഞാൻ ഇവിടുത്തെ രാവിലെ മുതലേ പറയുകയാണ്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, ഇനിയിപ്പോൾ നീ അവളെ കൂട്ടി പൊക്കോണു രേഖയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രേഖയുടെ അടുത്താണെങ്കിൽ അങ്ങനെ ഒടുവിൽ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതെ, നമ്മുടെ അയ്യപ്പസ്വാമി ആണെങ്കിൽ റോഡിലൂടെ പോയൊരു വൃദ്ധനെ ആരോ വണ്ടി ഇടിച്ച് തറയിലിടുമ്പോഴേക്കും അയ്യപ്പസ്വാമി അവിടെ എത്തിയിട്ട് അയാളെ രക്ഷിക്കുന്നുണ്ട്. അതെ, അങ്ങനെ രക്ഷിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയും രേഖയും അവിടെ എത്തുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഈ ഒരു അയ്യപ്പസ്വാമിയെ കണ്ടതിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അടുത്തോട്ട് പോകുമ്പോഴേക്കും അയ്യപ്പസ്വാമി അവിടെ നിന്ന് പെട്ടെന്ന് പോയിട്ടുണ്ടാവുമായിരിക്കും ആ വൃദ്ധനെയും കൂട്ടിയിട്ട്. അപ്പം നമ്മുടെ രേഖ ചോദിക്കുന്നുണ്ട്, ആരാ മഹാലക്ഷ്മി, നീ എന്തിനാ ഇങ്ങനെ ഓടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേഖയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയാളാണ് എന്നെ രക്ഷിച്ചത്, അയാൾ എന്താ പറ്റിയേ എവിടെയൊക്കെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയാളുടെ അടുത്ത് പോയെന്നൊക്കെ രേഖയെടുത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രേഖ പറയുന്നുണ്ട്, അതെ ഇപ്പോൾ ആ വൃദ്ധനെ രക്ഷിച്ച പോലെ ഒരു അയ്യപ്പസ്വാമിയെ പോലെ നിന്നെയും രക്ഷിച്ചു അയാൾ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ചൊക്കെ നിങ്ങൾ കാണും എന്നൊക്കെ നമ്മുടെ രേഖ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൃദ്ധനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്താണ്. നമ്മുടെ വൃദ്ധനെ അയ്യപ്പസ്വാമി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ തോമസ് വൈദ്യനും അയ്യപ്പസ്വാമിക്കും നേർപരിചയം വേറെ ഉണ്ടായിരുന്നു. അയ്യപ്പസ്വാമിയാണെങ്കിൽ എന്തൊക്കെയാ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്താണ്. തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, നിനക്ക് എന്നെ ഇപ്പോഴാണല്ലേ ഓർമ്മ വന്നത്, അല്ലെങ്കിലും നിനക്ക് കുറേ കാരണങ്ങളൊക്കെ വേണമല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്. എന്തായിരിക്കും അയ്യപ്പസ്വാമിയും തോമസ് വൈദ്യനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.